നമസ്കാരം എല്ലാ 10th CBSE കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഒരുപാട് സന്തോഷം. കാരണം വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നു, ഒരുപാട് പേര് ഗ്രൂപ്പിൽ ഓൺലൈൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. മാത്രമല്ല ഒരുപാട് പേര് വിളിച്ച് മെസ്സേജ് ചെയ്യുന്നു, സാറേ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുക. വളരെ സന്തോഷം. കാരണം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിപ്പിക്കാവുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഓരോ വീഡിയോയും കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ച് നല്ല വൃത്തിയായിട്ട് പോവുക. അന്നേരം ഇന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് പവർ. വെറും പവർ അല്ല, ഇലക്ട്രിക്കിലൂടെ ചെയ്തു ഇലക്ട്രിക് പവർ. പക്ഷെ പവറുമായിട്ട് കണക്ട് ചെയ്യണമല്ലോ, കാരണം ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഒരു പവർ ഉണ്ട് അവിടെ. ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പവറാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം: the amount of electrical energy consumed in a electric circuit per unit time. ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിനെ പറയുന്ന പേരാണ് പവർ. ഇനി ഒന്നുകൂടെ ഡെഫിനിഷൻ പറയാം. ഇപ്പൊ എന്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പൊക്കോളുക. ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ എ ഇലക്ട്രിക് സർക്യൂട്ട് പെർ യൂണിറ്റ് ടൈം. ഈ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്കിന് തുല്യമാണ്. വർക്കും എനർജിയും സെയിം ആണ്. അന്നേരം നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എനർജി നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി? വർക്കായിട്ട് എടുത്താൽ മതി. അന്നേരം ഡെഫിനേഷൻ ക്ലിയർ ആയല്ലോ. ഇനി അന്നേരം എന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പെട്ടെന്ന് നോക്കിക്കേ. മൂന്നാമത്തോട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്: ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് പെർ യൂണിറ്റ് ടൈം. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇലക്ട്രിക് പവറിന്റെ P is equal to W/T. ഇതാണ് മെയിൻ ആൻഡ് ഫണ്ടമെന്റൽ ഇക്വേഷൻ. P is equal to W/T. ഇനി ഇതിൽ നിന്ന് കുറെ പ്രോബ്ലംസ് ചോദിക്കും. അന്നേരം ഈ മെയിൻ ഇക്വേഷൻ വെച്ച് ചോദിക്കണമെന്നില്ല, 2-3 അല്ലാതുള്ള ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആ ഇക്വേഷൻ ഒക്കെ എങ്ങനെ കിട്ടിയെന്നുള്ള ഞാൻ പഠിച്ചാൽ നല്ല സിമ്പിളായിട്ട് പഠിച്ചാൽ ഫോളോ ചെയ്യല്ലോ. ഈ ക്ലാസ് കാണുന്നവരെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോട് ചെയ്താൽ അധ്യാപനമുള്ള രീതിയിൽ നമുക്ക് സന്തോഷമായിരിക്കും കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ ഉള്ള കുട്ടികൾക്കും ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഓക്കെ. അന്നേരം തുടങ്ങാം. മെയിൻ ഇക്വേഷൻ P is equal to W/T. ഈ നമുക്ക് ഓരോ റിലേഷൻ നമുക്ക് കിട്ടുന്ന എങ്ങനെ നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ജൂൾസിലോ പഠിച്ചപ്പോൾ H is equal to VIT എന്ന് പഠിച്ചു. H is equal to VIT ഇക്വേഷൻ പഠിച്ചു അല്ലേ? അതല്ലാതെ തന്നെ വേറൊരു ഇക്വേഷൻ വേണ്ട, അത് വേണ്ട. H is equal to I²RT. മെയിൻ ഇക്വേഷൻ തന്നെ എടുത്തു. അങ്ങനെ നമുക്ക് പഠിച്ചു പോവാം. H is equal to I²RT. ഞാൻ പറഞ്ഞു വർക്ക് എന്ന് പറയുന്നത് എനർജിക്ക് തുല്യം. എനർജിയും ഹീറ്റും എല്ലാം സെയിം ആണ്. അന്നേരം എച്ചിന് പകരം നമുക്ക് W എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ W is equal to I²RT. ഫ്രം ജൂൾസ് ലോ H is equal to I²RT. ഹീറ്റ് എന്ന് പറയുന്നത് വർക്കിന് തുല്യമാണ്. വർക്ക് ചെയ്താലേ ഹീറ്റ് ആകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ W is equal to I²RT. അങ്ങനെയാണെങ്കിൽ ഈ W ന് വരെ നമുക്ക് I²RT എന്ന് കൊടുക്കാമല്ലോ. അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കൊടുത്തേ പവർ is equal to W ന് പകരം I²RT ബൈ W ന് പകരമാണ് I²RT ബൈ T. ഈ ടിയും ടിയും വെട്ടിപ്പോയി. P is equal to I²R. P is equal to I²R. ഇക്വേഷൻ കിട്ടിയല്ലോ. മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to I²R. ക്ലിയർ ആയല്ലോ. ഇനി ഒരു ഇക്വേഷൻ കിട്ടി. അടുത്ത ഇക്വേഷനിലോട്ട് നമ്മൾ പോവാം. ഈ ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. P is equal to I²R. നമുക്കറിയാം ഓംസ് ലോ. ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചാണല്ലോ അടിപൊളിയായിട്ട്. നേരത്തെ ഉള്ള വീഡിയോസ് നോക്കിയാൽ മതി. ഫ്രം ഓംസ് ലോ R is equal to V/I. ഈ R വരെ നമുക്ക് V/I എന്ന് കൊടുക്കാമല്ലോ. നോക്കിക്കാണുന്ന ഇക്വേഷൻ കിട്ടുന്നത് P is equal to I² into R പകരം V/I. ഐയും ഇവിടുത്തെ ഒരു ഐയും വെട്ടിപ്പോയി. I² എന്ന് പറഞ്ഞാൽ I into I എന്നാണ്. ഒരൈയും വെട്ടിപ്പോയി. ഇവിടെ ഒരു ഐ ഉണ്ട്. I into V എന്ന് പറയുന്നതാണ് V into I. അടുത്ത ഇമ്പോർട്ടന്റ് ഇക്വേഷൻ കിട്ടി. P is equal to VI. കണ്ടോ? അപ്പൊ നമ്മൾ 3 ഇക്വേഷനിലേക്ക് വന്നു. P is equal to W/T മെയിൻ ഇക്വേഷൻ, P
P is equal to I square R അടുത്ത ഇക്വേഷൻ, P is equal to VI അടുത്ത ഇക്വേഷൻ. ഇനി ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ, എല്ലാം ഒരുമിച്ച് എഴുതി വൃത്തിയിടാക്കണ്ട. P is equal to VI. വീണ്ടും നമുക്ക് ഫ്രം ഓംസ് ലോ, R is equal to V by I. അതിൽ നിന്ന് ഐക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I is equal to V by R. I is equal to V by R. അത് നിങ്ങൾ ഇക്വേഷൻ നോക്കിയേ. P is equal to V into ഐക്ക് പകരം എന്ത് കൊടുക്കുക? V by R. P is equal to V into V square by R. കണ്ട, ഇത്ര ഇക്വേഷനേ ഉള്ളൂ ഇലക്ട്രിക് പവർ. ഇത്ര ഇക്വേഷൻ സൂപ്പർ ആയിട്ട് പഠിക്കാം. ഇതെങ്ങനെ കിട്ടിയത് ഞാൻ നല്ല ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എല്ലാം ഒരു ഫോട്ടോ ആയിട്ട് അങ്ങ് ഫ്രെയിം ചെയ്താൽ വേണ്ടേ, എല്ലാ ഇക്വേഷൻ ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതാം. ആദ്യത്തെ P is equal to W by T, അത് കഴിയുമ്പോൾ P is equal to I square R. രണ്ടാമത്തെ ഇക്വേഷൻ. അടുത്ത P is equal to VI. മൂന്നാമത്തെ ഇക്വേഷൻ. അടുത്ത P is equal to V square by R. കണ്ടോ, എല്ലാം കിട്ടിയത് എങ്ങനെ മനസ്സിലായി? ക്ലിയർ ആവുന്നല്ലോ. അന്നേരം എങ്ങനെ കിട്ടി? 4 ഇക്വേഷൻ കിട്ടി. ഈ 4 ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാം. കാരണം നമുക്കൊരു വീഡിയോ എന്ന് പറയുന്നത് ഇനി ന്യൂമറിക്കൽസിന്റെ ചെയ്യുമ്പോൾ നമുക്ക് ജൂൾസ് ലോയും ഇലക്ട്രിക് പവറിന്റെ ഒക്കെ വെച്ചുള്ള പ്രോബ്ലംസും നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാം. അന്നേരം ഈ ഇക്വേഷൻ നിങ്ങളങ്ങ് ഫോട്ടോ എടുത്ത് വെച്ചേക്കുക. P is equal to W by T, P is equal to I square R. ഇപ്പം ഐയും ആറും തന്നാൽ ഇലക്ട്രിക് പവർ കണ്ടുപിടിക്കാൻ I square R തന്നാൽ മതി. വിയും ഐയും വോൾട്ടേജും കറണ്ട് തന്നാൽ P is equal to VI. വിയും ആറും തന്നാൽ P is equal to V square by R. അന്നേരം ഏത് രീതി വന്ന് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ. അന്നേരം ഇങ്ങനെ വേണം നിങ്ങൾ ഇലക്ട്രിക് പവർ പഠിക്കാൻ. ഇനി ഇതിന്റെ യൂണിറ്റുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? സിമ്പിൾ ആയിട്ട് യൂണിറ്റ് ഒക്കെ നമുക്ക് പഠിച്ചിട്ട് അതിന്റെ ബിഗർ യൂണിറ്റും സ്റ്റാൻഡേർഡ് യൂണിറ്റും ഒക്കെ നമുക്കൊന്ന് പഠിച്ചു പോകും. ഓക്കെയോ? ഓക്കെ. നമ്മൾ എന്താണ് ഇലക്ട്രിക് പവർ, നമ്മുടെ ഡെഫിനേഷനും അതിന്റെ ഇക്വേഷനും ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. ഇനി അതിന്റെ യൂണിറ്റ് പഠിക്കണം. നമ്മൾ യൂണിറ്റുകൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കൺവേർഷൻ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അന്നേരം എന്താണ് പവറിന്റെ യൂണിറ്റ്? അത് തന്നെയാണ് ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ്. അന്നേരം പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. വാട്ട് ഈസ് മീൻ ബൈ ആ വാട്ടാണോ? വാട്ട് ഈസ് മീൻ ബൈ വാട്ടാണോ? അല്ല. വാട്ടിന്റെ സ്പെല്ലിംഗ് തിരികരുത്. സ്റ്റാൻഡേർഡ് യൂണിറ്റ്, SI യൂണിറ്റ് ഓഫ് പവർ. യൂണിറ്റ് ഓഫ് പവർ ഇവിടെ നമ്മൾ എഴുതി. യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്? WATT. ഓക്കെ വാ, ഇതാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് പവറിന്റെ. സ്റ്റാൻഡേർഡ് യൂണിറ്റ് വാട്ട് ആണ്. ഇനി ഇതിന്റെ ബിഗർ യൂണിറ്റ്സ് ഉണ്ട്, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഉണ്ട്. ഉദാഹരണം ഞാൻ എഴുതാണ് ബിഗർ യൂണിറ്റ്സ് പറഞ്ഞാൽ പഠിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ പഠിക്കുക. ബിഗർ യൂണിറ്റ്സ് ഓഫ് പവർ. മെഗാവാട്ട് ഇങ്ങനെ എഴുതുന്നു. അന്നേരം എങ്ങനെ നമ്മൾ എഴുതും? 1 മെഗാവാട്ട് 1 MW. മെഗാവാട്ടിനെ വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. പ്രോബ്ലത്തിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 into 10⁻⁶ വാട്ട്. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶. അന്നേരം ബിഗർ യൂണിറ്റ്സ് ഒരെണ്ണമായല്ലോ മെഗാവാട്ട്. 1 മെഗാവാട്ട് ഈസ് ഈക്വൽ ടു കൺവേർട്ട് ചെയ്യാൻ പഠിച്ചോണം 1 into 10⁻⁶ വാട്ട്. ക്ലിയർ? അടുത്ത് 2 ജിഗാവാട്ട്. ജിഗാവാട്ട് ഡിനോട്ട് ചെയ്യുന്നത് 1 GW. ജിഗാവാട്ട് എന്ന് പറഞ്ഞാൽ 1 into 10⁻⁹ വാട്ട്. ക്വസ്റ്റിനകത്ത് ജിഗാവാട്ട് എന്ന് തരുന്നെങ്കിൽ അല്ലെങ്കിൽ മെഗാവാട്ട് എന്ന് തരുന്നെങ്കിൽ നിങ്ങൾ വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. 10⁻⁹ എന്ന് പറഞ്ഞാൽ 10ന്റെ കൂട്ടത്തിൽ 9 പൂജ്യം ഇടുന്ന 10⁻⁹. 10⁻⁶ എന്ന് പറഞ്ഞാൽ 10ന്റെ കൂട്ടത്തിൽ 6 പൂജ്യം 6 zeros വരും. ഓക്കെ. അന്നേരം ഇത് രണ്ടെണ്ണം ഫ്രെയിം ചെയ്ത് പഠിച്ചു. ബിഗർ യൂണിറ്റ്സ് ഓഫ് പവർ. ഇനി വേറെ സെക്ഷൻ ആയിട്ട് തിരിക്കാം. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് പവർ. അതെന്താ സാർ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് പവർ? അതിനകത്ത് പ്രാക്ടിക്കൽ യൂണിറ്റിൽ 2 പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒന്ന് കിലോവാട്ട്. 1 കിലോവാട്ട്. നമ്മൾ ആ വാക്ക് എപ്പോഴും കേൾക്കുന്ന ഇത്ര കിലോ, 2 കിലോ, 3 കിലോ. കിലോവാട്ട്
1 kilowatt is equal to 1000 watt. അല്ലെങ്കിൽ 10⁻³ വാട്ട് എന്ന് എഴുതാം. അന്നേരം 1 kilowatt is equal to 1000 watt. കിലോവാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാറിന്റെയും ബൈക്കിന്റെയും ഒക്കെ നമ്മൾ പവർ പറയുന്നത് എന്തിലാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. അതിന്റെ കുറെ പേര് ഉത്തരം പറഞ്ഞു. ഹോഴ്സ് പവറിലാണ്. ഹോഴ്സ് പവർ, HP, ഹോഴ്സ് പവർ, കുതിര ശക്തി, ഹോഴ്സ് പവർ. 1 HP is equal to, horse power is equal to 746 watt. ഇതാണ് രണ്ട് പ്രാക്ടിക്കൽ യൂണിറ്റ്സ്. ബിഗർ യൂണിറ്റ്സ് ഓഫ് പവർ പറഞ്ഞു, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് പവർ പറഞ്ഞു. ക്ലിയർ ആയല്ലോ. കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. കിലോ വാട്ട് അവർ ആണ്. പിന്നെ അത് തമ്മിലുള്ള ജൂളും തമ്മിലുള്ള കൺവേർഷൻ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പഠിച്ച് നല്ലപോലെ പഠിച്ചു പോകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നന്നായിട്ട് തീർക്കുകയും ചെയ്യും, നേരത്തെ തീർക്കുകയും ചെയ്യും. നിങ്ങൾ ഇത്രയും ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്കിക്കോ, ബെറ്റ് വെച്ചു. നന്നായിട്ട് തീർക്കാം. ഒരാഴ്ച കൊണ്ട് വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തീർക്കാം നിങ്ങളുടെ CBSE. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന പോലെ ബ്രെയിനിലങ്ങ് മെമ്മറൈസ് ചെയ്തേക്കണം. ഓക്കെ, ഇങ്ങനെ പഠിക്കണം ഫിസിക്സ്. സിമ്പിൾ ആയിരിക്കണം, പവർഫുൾ ആയിരിക്കണം. അന്നേരം അടുത്ത വീഡിയോ കാണാം, അടുത്ത ടോപ്പിക്ക്. ഓക്കെ.